നമ്മൾ എത്ര സിൻസിയറായി സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല ടീച്ചർ. ഇറങ്ങിപ്പോണെന്ന് അവർക്ക് തോന്നിയ ഒരു യാത്ര പോലും പറയാതെ, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതിപ്പോ ഭാര്യ ആയാലും, മകളായാലും, ഭർത്താവായാലും, അച്ഛനായാലും എല്ലാവരുടെ കാര്യവും കണക്കാ. അങ്ങനെ ആരും സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കട്ടെ. അതും ഞാൻ കാരണം. ഗീതയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ പേടിക്കണ്ട, അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോളെ, എന്തു പറ്റി? എന്താകെ ഡള്ളായിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അപ്പൂനെ പിരിയേണ്ടി വന്നതിൽ സങ്കടമുണ്ടല്ലേ? ഞാൻ കൂടെയുള്ളപ്പോ അപ്പൂന് അതൊരു ആശ്വാസമായിരുന്നു. എനിക്ക് മനസ്സിലായി. നിന്നെ യാത്രയാക്കിയപ്പോ അപ്പോ അല്ലാതെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നീ ആ വീട്ടിലുള്ളപ്പോ പതുക്കെ പതുക്കെ നിന്നിലൂടെ പണിക്കർ സാറിന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകുമെന്നായിരുന്നു അപ്പൂൻ്റെ എൻ്റെയും കണക്കുകൂട്ടൽ. അതൊരുവിധം വർക്ക് ചെയ്ത് വന്നതുവാ. അതിനിടയിൽ ഇങ്ങനെയൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തു ചെയ്യാം? അങ്കിളിനെയും കൂട്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാൻ ഞാനായിരുന്നു ആന്റിയെ നിർബന്ധിച്ചത്. ഇപ്പൊ തോന്നുന്നു അങ്ങനെ വേണ്ടായിരുന്നു. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. അന്ന് നീ അവരെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിലും ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. അന്നല്ലെങ്കിൽ വേറൊരു ദിവസം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിധി അവർക്കായി കരുതി വച്ചിരിക്കുന്ന ചിലതുണ്ടാവും. അതൊന്നും നമ്മളെ കൊണ്ട് തടയാനോ തിരുത്താനോ ആവില്ല. നമ്മുടെ ലൈഫ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മോളെ? ശേഖരമാമന് പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മനമാറ്റം തോന്നാൻ കാരണം? ആവോ, ആർക്കറിയാം. വാശിയും വൈരാഗ്യം കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാനാവില്ലെന്ന തിരിച്ചറിവ് മാമന് ഈ പ്രായത്തിലാവും തോന്നിയിട്ടുണ്ടാവുക. അന്ന് മാമൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ചേട്ടന്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അബദ്ധമായി പോയെന്ന് പാവത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. ചേട്ടൻ അയാൾ ഇപ്പോഴും പാവമായിരിക്കും. എനിക്കങ്ങനെയല്ല. പോട്ടെ മോളെ, ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്തിനാ? മാമൻ അയാളുടെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ സംസാരിക്കുമ്പോൾ മുഖം കറുത്ത് സംസാരിക്കാൻ തോന്നിയില്ല. ഒന്നുമില്ലെങ്കിലും കാരണവസ്ഥാനത്തുള്ള ഒരാളല്ലേ. അയാളെ ഓർത്തില്ലെങ്കിലും അമ്മയെ മറക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. നിളച്ചേച്ചിക്ക് എന്താ പറ്റിയത്? അറിയില്ല. മാമൻ അതേപ്പറ്റി കൂടുതൽ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനധികം താല്പര്യം കാണിച്ചില്ല. പറഞ്ഞു തുടങ്ങിയ രണ്ടുപേരും തമ്മിൽ വീണ്ടും മുഷിയേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട്. നമ്മളോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശേഖരമാമയ്ക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. പക്ഷേ നിള പാവായിരുന്നു അന്നും ഇന്നും. ശേഖരമാമ ഒറ്റ ആളാ ചേട്ടനെ നിളച്ചേച്ചിയും തമ്മിൽ അകറ്റിയത്. അതിന്റെ ഈ അനുഭവിക്കുന്നത്. ശേഖരമാമന്റെ പിടിവാശി മുൻചുണ്ടി ഒന്നും നിളക്കില്ലാത്തതാണ്. ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന പെണ്ണാണ് അവൾ. എന്നിട്ടും ഡിവോഴ്സിന് നിളയായിട്ടാണ് മുൻകൈ എടുത്തെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. പാവം നിളച്ചേച്ചിക്ക് അവിടെ അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അയാൾ അത്രയ്ക്ക് ബോറനാണെന്നാ ഞാൻ അറിഞ്ഞത്. ശേഖര സാറിന് കണ്ടുപിടുത്തല്ലേ, ബോറനാകാതെ വഴിയില്ലല്ലോ. എന്നേക്കാൾ 100 മടങ്ങ് യോഗ്യതയുള്ള ചെക്കനെ കണ്ടെത്തിയതിൻ്റെ ആവേശം ഉമ്മറത്ത് നിന്ന് ഉറക്കെ വിളിച്ചു കൂവുമ്പോൾ തെക്കേപ്പറമ്പിലെ അമ്മയുടെ പട്ടടയിലെ തീ അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നും മറന്നിട്ടില്ല ഞാൻ. മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മയുടെ കാര്യമായതുകൊണ്ട് മാത്രം പോകുന്നു, സഹകരിക്കുന്നു, അത്രമാത്രം. മോളെ, അപ്പുവാണോ? പിന്നെന്തിനാ കട്ട് ചെയ്ത്? സംസാരിക്കായിരുന്നില്ലേ? നമ്മൾ എത്താറായില്ലേ? ഞാൻ തിരിച്ചു വിളിച്ചോളാം ചേട്ടാ. ജീസസ്, നേരാണോ ജോബിൻ? നീ എന്നെ പറ്റിക്കാൻ പറയുന്നൊന്നും അല്ലല്ലോ. ആ, എനിക്ക് നിന്നെ വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ബെറ്റ് വെച്ചതല്ലേ?
അതുകൊണ്ടാ എനിക്ക് സംശയം. ഏതായാലും നീ ആ മെയില് എനിക്കൂടൊന്ന് ഫോർവേഡ് ചെയ്തേരെ. മാളു അറിഞ്ഞോ ഇക്കാര്യം? എന്താ അവളുടെ റിയാക്ഷൻ? ആകെ ത്രില്ലടിച്ചിരിക്കാണോ? ഒക്കെ അവളുടെ ഭാഗ്യാ മോനെ. ആ പിന്നെ നീ മുരളിയെ വിളിച്ചു പറഞ്ഞോ ഇക്കാര്യം? ഇല്ലെങ്കിൽ വേഗം വിളിച്ചു പറ. മാളുവിനെ കൊണ്ട് വിളിപ്പിച്ചാ പോരാ, നീ നേരിട്ട് തന്നെ വിളിക്കണം കേട്ടോ. ആ ഉണ്ട്, ഇവിടെ എന്റെ അടുത്തുണ്ട്. ഞാനും ഒപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ. മറ്റേ കുട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. ആ ഞാൻ കൊടുക്കാം. നീ തന്നെ നേരിട്ട് അപ്പുവിനോട് പറഞ്ഞോ. ദാ അപ്പു, ജോബിന നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന്. ഹലോ ഡോക്ടറെ, എന്താണ് ഇത്ര വലിയ സന്തോഷ വാർത്ത? ഹലോ 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 ഡോക്ടർ. അയ്യോ, കോള് കട്ടായല്ലോ ആന്റി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കോള് കണക്ട് ആവുന്നില്ല ആന്റി. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അവന്റെ വായിന്ന് തന്നെ ഒരു നല്ല വാർത്ത നിനക്ക് മിസ്സായല്ലോ അപ്പു. അത് സാരമില്ല. എന്താ സംഭവം ആന്റി പറഞ്ഞാ മതി. നോക്കട്ടെ അവൻ തിരിച്ചു വിളിക്കുവോന്ന്. അയ്യോ, അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എന്താ ആന്റി സംഭവം, ഒന്ന് പറയുന്നേ. ജോബിന് US പോകാനായിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. വാഷിംഗ്ടൺ DC-യിലാണ് അവരുടെ മെയിൻ ഹോസ്പിറ്റൽ ആന്റി പറഞ്ഞിരുന്നു. അതെ, അത് തന്നെ. അന്നവൻ ടെസ്റ്റ് എഴുതിയിരുന്നല്ലോ. ഇപ്പൊ ഇന്റർവ്യൂവും പാസ്സായി, അതും നല്ല റാങ്കിൽ. ഓ ഗാഡ്, അത് പൊളിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ഈ മമ്മിക്ക് ഇരിക്കട്ടെ. എന്നാലും ഡോക്ടർ ആള് കൊള്ളാലോ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയില്ലാത്തതുപോലെ അവൻ സംസാരിച്ചത്. പക്ഷേ എനിക്കന്നേ ഉറപ്പുണ്ടായിരുന്നു അവന് കിട്ടുമെന്ന്. ഞങ്ങൾ അതേപ്പറ്റി ബെറ്റും വെച്ചതാ. അത് കൊള്ളാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഡോക്ടറെക്കാളും കോൺഫിഡൻസ് ആന്റിക്കായിരുന്നോ? വെരി ഗുഡ്. അവനും കോൺഫിഡൻസിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവൻ അങ്ങനെ പറയൂ. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒടുവിൽ അത് കിട്ടാതെ പോയാൽ എനിക്കും മാളുവിന് സങ്കടമായാലോ എന്ന് കരുതിയിട്ടാവും അവൻ വലിയ ഹോപ്പൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും ബെറ്റിൽ ആന്റി ജയിച്ചല്ലോ. നമുക്ക് ഡോക്ടറെ കൊണ്ട് നല്ല ഉഗ്രനൊരു ട്രീറ്റ് തന്നെ ചെയ്യിപ്പിക്കണം. അതൊക്കെ അവൻ വരുമ്പോ നേരിട്ട് തന്നെ നീ പറഞ്ഞു. അവര് ട്രിപ്പ് മതിയാക്കി ഉടനെ മടങ്ങാന്നാ പറഞ്ഞത്. അതെന്താ? അവിടെ ഉടനെ ജോയിൻ ചെയ്യേണ്ടി വരുമെന്ന്. മാളുവിനെ കൂടി ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമത്തിലവൻ. അതെന്തിനാ ഇപ്പഴേ മാളുവിനെയും കൂടെ ഒപ്പം കൂട്ടുന്നേ? ഡോക്ടർ അവിടെ ചെന്നൊന്ന് സെറ്റിലായിട്ട് പോരെ? അവളെയും കൂടി കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല അപ്പോ. അവര് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പ്ലാനിങ്ങിലാണെന്നാ തോന്നുന്നത്. ഒക്കെ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാന്നാ ജോബിൻ പറഞ്ഞത്. അവന്റെ സംസാരം കേട്ടിട്ട് വലിയ ആവേശത്തിലാണെന്ന് മനസ്സിലായി. ചിലപ്പോ നാളെ തന്നെ രണ്ടുപേരും തിരിച്ചെത്താനുള്ള ചാൻസ് ഉണ്ട്. എന്താന്നറിയില്ല, അവൻ വിളിച്ചതിന് ശേഷം ആകെ ഒരു പരവേശം പോലെ. അത് ആന്റി ഇത്ര എക്സൈറ്റഡ് ആയതുകൊണ്ട് തോന്നുന്നതാ. അപ്പു, എനിക്കൊന്ന് ചർച്ചിൽ പോണം. കുറച്ചുനേരം അവിടെ പോയിരുന്നാലേ മനസ്സൊന്ന് ശാന്തമാകും. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? ഞാനും കൂടി വന്നാലോ ആന്റി? പിന്നെന്താ, നീ കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായല്ലോ. ഇവിടെ തനിച്ചിരിക്കേം വേണ്ടല്ലോ. എന്നാ വേഗം റെഡിയാക്ക്. നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാനും ഒന്ന് റെഡി ആവട്ടെ. ശരി. ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് മാത്രമേ വിജയം കാണാനാകൂ. ഇപ്പോഴത്തെ പല കുട്ടികളും ആ ഒരു സത്യം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതിലവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ സർ. നമ്മുടെ തലമുറയേക്കാൾ വേഗവും അവസരങ്ങളും കൂടുതലാണ് പുതിയ തലമുറയ്ക്ക്. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് മുന്നിൽ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ അവരെങ്ങനെ ചൂസ് ചെയ്യാതിരിക്കും? എന്താ സർ ചിരിച്ചത്? ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നും, എന്നാൽ വളരെ തെറ്റായൊരു കാഴ്ചപ്പാടാണത്. സത്യത്തിൽ നമ്മളിപ്പോൾ പറയുന്ന ന്യൂജൻ എന്ന ടേം തന്നെ അർത്ഥശൂന്യമാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ആശയപരമായ ഒരു ഭിന്നത എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പണ്ട് നമ്മളതിനെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ അതേ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കിയതാണ് ഈ ന്യൂജൻ പ്രയോഗം.
ഇപ്പോഴത്തെ ഈ തലമുറയായിട്ട് പൊരുത്തപ്പെടാനാകാത്തൊരു തലമുറ പിന്നിൽ ഊഴം കാത്തു നിൽക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഈ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു വന്നത് അക്കാദമിക് തലത്തിലുള്ള ആഗ്രഹങ്ങളെപ്പറ്റി മാത്രമല്ല ടീച്ചറെ. ലക്ഷ്യബോധമില്ലാതെ ചിതറിക്കിടക്കുന്ന പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാരെ കുറിച്ചാണ്. എത്രയോ പേർ വെറും നിസ്സാരമെന്ന് തോന്നിക്കുന്ന കാരണങ്ങളാൽ സ്വന്തം ജീവനും ജീവിതവും എറിഞ്ഞുടയ്ക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലെന്ന് നമ്മൾ വീമ്പിളക്കാറുണ്ടെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത് നേരെ മറിച്ചല്ലേ. ആത്മഹത്യയിലൂടെ മാത്രമേ തന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകൂന്ന് മൂഢമായി വിശ്വസിക്കുന്നവരിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ എന്നൊന്നുമില്ലല്ലോ. ഇടയിലൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പിന്നിട്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ സാർ, എന്റെ ചോദ്യം സാറിനെ വിഷമിപ്പിച്ചോ? ഏയ്, നെവർ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ടെൻഡൻസി എല്ലാവരിലും ഉള്ളതാ. BP റൂമിലേക്ക് വരുന്ന കരുതി ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മനസ്സിലായി ഇവിടെന്തോ സീരിയസ് ഡിസ്കഷനിൽ പെട്ടിരിക്കുകയാണെന്ന്. അല്ല, ബാഗൊക്കെ ആയിട്ട് താൻ എവിടെ പോന്നു? അത് ശരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്ര വേഗം BP മറന്നോ? ഓ സോറി, ഞാനത് മറന്നു. വീട്ടിൽ പോകുന്ന കാര്യല്ലേ? ശരി, പൊക്കോ. അല്ല, താൻ എങ്ങനെയാ പോകുന്നു? കൊണ്ടുവിടാൻ ആരെങ്കിലും ഏർപ്പാടാക്കണോ? ഏയ് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. വീടും പരിസരമൊക്കെ ആരെങ്കിലും കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യിക്കണം കേട്ടോ. ഓക്കെ. BP ആ, എന്താ പറഞ്ഞോ? മടിക്കണ്ട, പറഞ്ഞോളൂ. ഒന്നുമില്ല. ഞാൻ ഇല്ലെന്ന് കരുതി BP വിഷമിക്കരുത്. മരുന്നും മറ്റും സമയത്തിന് തന്നെ കഴിക്കണം. എനിക്കെന്ത് വിഷമം? താൻ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി സാവധാനം വന്നാ മതി. ഇനിയിപ്പോ വന്നില്ലെങ്കിലും പരാതിയില്ല, പോരെ? ശരി, ഞാൻ പോട്ടെ. ഓക്കെ. ആ, അവൻ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഇടയിൽ ആരെങ്കിലും ഇന്ററപ്റ്റ് ചെയ്യാൻ വന്ന സംസാരത്തിന്റെ ആ ഫ്ലോ അങ്ങ് പോവും. എന്തായിരുന്നു ആ ടോപ്പിക്? ഏതായാലും ആ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യണ്ട. വേണ്ടേ? അശ്വതി, മുരളി വന്നെന്ന് തോന്നുന്നു. ചായ എടുത്തോ. അമ്മേ, മാള് വിളിച്ചിരുന്നു ഇവിടെ? മാളുവോ? ഇല്ലല്ലോ. അവള് മിനിങ്ങാന്ന് രാത്രിയിലോ മറ്റോ എന്നെ വിളിച്ചതാ, പിന്നെ വിളിച്ചതേ ഇല്ല. അല്ല, നീ എന്താ ചോദിച്ചത്? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ മുരളി? പറയാം. അമ്മ സമാധാനപ്പെട്. അശ്വതിയും കൂടെ വരട്ടെ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മാള് വിളിച്ചോ നീ എടുത്തു ചോദിച്ചത്, അല്ലേ? അമ്മയ്ക്ക് എന്തു മനസ്സിലായി നീ പറയുന്നത്? കൊച്ചിന് വിശേഷമല്ലോ ആയോ മുരളി? ഓഹോ, അപ്പൊ സന്തോഷ വാർത്തയാന്ന് കേട്ടപ്പോ അമ്മ അതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു അല്ലേ? ഞാൻ നോക്കിയിട്ടിപ്പോ ഈ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള കാര്യം അതാണല്ലോ. എന്നാ കാര്യം അതല്ല. അതുപോലെ സന്തോഷിക്കാനുള്ള മറ്റൊരു കാര്യം. എന്താ അമ്മയും മോനും കൂടി ഇവിടെ ഒരു ബഹളം? മുരളിക്ക് നമ്മളോട് എന്തോ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന്. നീ വന്നിട്ട് പറയാന്ന്. ഇനി കാര്യം എന്താന്ന് പറ. ആണോ മുരളിയേട്ടാ? എന്താ സംഭവം? അതെ, നമ്മുടെ ഡോക്ടറും ഭാര്യയും ഉടനെ തന്നെ US പറക്കാൻ പോകുന്നു. ഡോക്ടറും ഭാര്യയോ? ഏത് ഡോക്ടറെ കാര്യോ പറയുന്നേ? ഹെഡോ, തന്റെ മരുമോന്റെ മോളുടെയും കാര്യമായി പറയുന്നത്. ഏ, സത്യമാണോ മുരളിയേട്ടാ? അമേരിക്കയിലേക്കോ?
അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? നിന്നോടിതാര് പറഞ്ഞു? ജോബിൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അയാൾക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായിരുന്നു. മാളുവിനെ കൂടി കൊണ്ടുപോകാനാ പ്ലാൻ എന്നും പറഞ്ഞു. ഈശ്വര, അവിടെയാവുമ്പോ നല്ല ശമ്പളവും സൗകര്യവും ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നല്ലാതെ. അവിടത്തേക്ക് ഒരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ടെന്ന് മാളു എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്നാലും അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് ഡെയ്സി ടീച്ചറെ കാര്യം അറിഞ്ഞോ? ഉവ്വ്, ഡെയ്സിയും കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്നത്തേക്കാ മുരളി പിള്ളേർക്ക് പോകേണ്ടി വരിക? 2 ആഴ്ചക്കകം വിസ വരുമെന്നൊക്കെയാ പറയുന്നത്. ഏതായാലും ജോബിനും ആളും ട്രിപ്പ് വെട്ടി കുറച്ച് മടങ്ങാനാ പ്ലാൻ എന്ന് പറഞ്ഞു. അവര് മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തും. അല്ല മുരളി, മാളുവിനെ ഇപ്പൊ തന്നെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അവനവിടെ ചെന്നൊന്ന് കാലുറപ്പിച്ചിട്ട് പോരെ? അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അമ്മേ. പോകാൻ അവൾക്കും താല്പര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അമ്മേ ജോബിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെ, മാളുവിനും അതായിരിക്കും ഇഷ്ടം. ആ, ഒരു കണക്കിന് നോക്കിയാ അതുങ്ങള് കുറച്ചു നാളത്തേക്ക് മറുനാട്ടിലെങ്ങാനും തങ്ങുന്നതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും ആ പണിക്കരുടെ സന്തതിയായിട്ടുള്ള സഹവാസം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ആ തള്ളയുടെ കാര്യം തന്നെ കണ്ടില്ലേ? പറയുമ്പം ഡോക്ടറുടെ അമേരിക്കക്കാരന്റെ അമ്മയാ. പക്ഷെ പണിക്കരുടെ മോന്റെ തുണിയും പാത്രം തിരുമാനാ യോഗം. ഇനി അവനോട് പറഞ്ഞ് ഓൻ നശിച്ചതിനും കൂടി അമേരിക്കയിലേക്ക് ഒരു വിസ ഒപ്പിച്ചു കൊടുക്കാതിരുന്ന ഭാഗ്യം. പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ച് ഒന്നു പോരല്ലോ, 2 എണ്ണം വേണ്ടേ? ഒന്നാലോചിച്ചാ കയറ്റി വിടുന്നതാ നല്ലത്. അവിടെ ആവുമ്പോ ഏത് കോലവും കെട്ടി എങ്ങനെയും ജീവിക്കാമല്ലോ. ഓ, അവരെയല്ല, ഈ അമ്മയാ ആദ്യം അങ്ങോട്ട് കയറ്റിവിടേണ്ടത്. ഏത് കാര്യം കേട്ടാലും ആദ്യം അതിന് നെഗറ്റീവ് കാണും. അത്രേ ഒരു ഗുണമുണ്ട്. എത്രയായി? 80 രൂപ. അപ്പു, അപ്പു, ഡെയ്സി, ആരും ഇല്ലേ ഇവിടെ? ഡെയ്സിയെ വിളിച്ചു നോക്കാം. അപ്പും ഡെയ്സി ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയതാവും? ദൈവമേ, ഇനി അപ്പു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവോ എന്തോ.